ഹായ് എവ്രി വൺ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എം.കോം 4th സെമസ്റ്റർ ഇൻകം ടാക്സ് എന്ന സബ്ജക്റ്റിലത്തെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് നമുക്ക് മൊത്തം 7 ചാപ്റ്ററാണ് വരുന്നത്. അതിൽ ഫേം, EOP, കോപ്പറേറ്റീവ് സൊസൈറ്റി, ട്രസ്റ്റ്, കമ്പനി, ദെൻ മാനേജീരിയൽ ഡിസിഷൻ, ദെൻ വേരിയസ് സർക്കിംസ്റ്റൻസ് എന്നുള്ള 7 ചാപ്റ്റേഴ്സാണ് നമുക്ക് വരുന്നത്. ഓക്കെ, ഇതിൽ നമുക്ക് 5 ചാപ്റ്റേഴ്സ് നമുക്ക് ഓക്കെ ആയിട്ടുള്ള ചാപ്റ്റേഴ്സാണ്. ദെൻ ലാസ്റ്റ് വരുന്ന 2 ചാപ്റ്റേഴ്സിൽ 6th ചാപ്റ്ററിൽ കുറച്ചുകൂടി തിയറീസ് നമുക്ക് വരുന്നതാണ്. ദെൻ അതേപോലെ തന്നെ ലാസ്റ്റ് വരുന്ന ചാപ്റ്ററിലും ദെൻ അതിൻ്റെ 6th ചാപ്റ്ററിലും 7th ചാപ്റ്ററിലും കുറച്ച് പ്രോബ്ലം എന്ന് പറയുന്നത് കുറച്ച് ടഫായിട്ടുള്ള പ്രോബ്ലംസ് ആണ് വരുന്നത്. ഓക്കെ, ഡിസിഷൻസ് ആണ് നമ്മൾ, അതായത് അവർ ഒരു ക്വസ്റ്റ്യൻ തരും, ആ ക്വസ്റ്റ്യൻ നമ്മൾ ആൻസർ ചെയ്യുക. ആൻസർ ചെയ്തിട്ട് നമ്മൾ അവർക്ക് ഒരു ഡിസിഷൻ പറഞ്ഞു കൊടുക്കുക, എന്താ ചെയ്യേണ്ടത് എന്നുള്ള ഡിസിഷൻ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടതായിട്ട് വരും. അങ്ങനെയുള്ള ഒരു പ്രോബ്ലംസ് ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഓരോ ചാപ്റ്റേഴ്സ് ആയിട്ട് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററിൽ, അതായത് അസസ്മെന്റ് ഓഫ് ഫേമിൽ നോക്കേണ്ടത് 184യുടെ കണ്ടീഷൻസ് എന്തൊക്കെയാണെന്നുള്ളത്. ഓക്കെ, അതിനുശേഷം റെമുണറേഷൻ, വർക്കിംഗ് പാർട്ട്ണറുടെ റെമുണറേഷനും ബുക്ക് പ്രോഫിറ്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത്. പിന്നെ ഇതിന്റെ പ്രോബ്ലംസ് ആണ്. ഓക്കെ, ഇതിന്റെ പ്രോബ്ലംസ് ആണ് നമ്മൾ മാക്സിമം കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാലൻസ് ഉള്ള പ്രോബ്ലം നിങ്ങൾ ചെയ്ത് നോക്കുക. എല്ലാം കൂടി നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ AMT എന്താണ്, LLP എന്താണ്, അതിന്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുക. ദെൻ അതിനുശേഷം ഈ ചാപ്റ്ററിൽ വരുന്ന കാര്യം എന്ന് പറയുന്നത് ദെൻ കുറേ പ്രോബ്ലംസ് ആണ്, അതൊക്കെ നിങ്ങൾ നോക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ചാപ്റ്ററിൽ വരുന്നത്. ഫേമിൽ കുഞ്ഞു ചാപ്റ്ററാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് AOPയുടെ കാര്യം നോക്കുകയാണെങ്കിൽ AOP എന്താണ്, അതിന്റെ കമ്പ്യൂട്ടേഷൻ എന്താണ് എന്നുള്ളത് നോക്കുക. അതിന്റെ ടാക്സ് ലൈബിലിറ്റി കാര്യം, ടാക്സ് പ്ലാനിങ് ലൈബിലിറ്റി എന്താ, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കുക. ദെൻ പ്രോബ്ലം, ഇതിന്റെ പ്രോബ്ലം ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾ നോക്കുക. ഓക്കെ, അതിന്റെ പ്രോബ്ലംസ് ആണ് ബാലൻസ് പറയുന്നത്, നോക്കുക. ദെൻ നെക്സ്റ്റ് പറയുന്നത് കോപ്പറേറ്റീവ് സൊസൈറ്റി. കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ATP, സെക്ഷൻ 80P എന്താണ് എന്നുള്ളത് നോക്കുക. ദെൻ നെക്സ്റ്റ് അതിന്റെ ഡിഡക്ഷൻ ആണ്, കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ വരുന്ന ഡിഡക്ഷൻ എന്താണ് എന്നുള്ളത് അതും നോക്കുക. ദെൻ അതിനുശേഷം പ്രോബ്ലംസ് ആണ് ഇതിൽ പറയുന്നത്. ഇപ്പോൾ പ്രോബ്ലംസ് ഇതിൽ ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് ബാലൻസ് ഉള്ള പ്രോബ്ലം നിങ്ങൾ നോക്കുക. ഓക്കെ, എല്ലാ പ്രോബ്ലവും നമുക്ക് ഇൻക്ലൂഡ് ചെയ്യുന്നത് കുറച്ച് പാടാണല്ലോ. ദെൻ നെക്സ്റ്റ് ട്രസ്റ്റ് ആണ്. ട്രസ്റ്റിൽ നോക്കേണ്ടത്, ട്രസ്റ്റ് എന്താണ്, ടൈപ്സ് ഓഫ് ട്രസ്റ്റ്, ഇത് മാത്രമാണ് ഇതിലിങ്ങനെ ചോദിക്കാറുള്ളൂ. ഓക്കെ, അല്ലാതെ കൂടുതൽ ഇവിടെ ചോദിക്കാനായിട്ടൊന്നും ഇതിലില്ല. പിന്നെ ട്രസ്റ്റിന്റെ പ്രോബ്ലംസ് ആണ്, ട്രസ്റ്റിന്റെ പ്രോബ്ലംസ് ആണ് ബാലൻസ് വരുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് നമ്മുടെ അസസ്മെന്റ് ഓഫ് കമ്പനി. ഇതിന്റെ മുന്നിൽ പറഞ്ഞ ചാപ്റ്റേഴ്സിൽ നമുക്ക് 2 വെയിറ്റേജ്, 3 വെയിറ്റേജ്, ദെൻ 5 വെയിറ്റേജ്, ഈ മൂന്നിലും വരുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഫേമിന് മാത്രമാണ് 5 വെയിറ്റേജിന് ക്വസ്റ്റ്യൻ വരുന്നത് പ്രോബ്ലം ആണെങ്കിൽ. അല്ലാതെ ഫേമിൽ അങ്ങനെ 5 വെയിറ്റേജ് ക്വസ്റ്റ്യൻസ് ഒന്നും വരാറില്ല. 2 വെയിറ്റേജും 3 വെയിറ്റേജ് ആണ് അവർ മാക്സിമം നോക്കുന്നത്. ഓക്കെ, ദെൻ നമ്മുടെ കമ്പനി നോക്കുകയാണെങ്കിൽ 2 വെയിറ്റേജ്, 3 വെയിറ്റേജ്, 5 വെയിറ്റേജ്, ഈ മൂന്നിനും കൂടിയും ഉണ്ടാകുന്ന ഒരു ചാപ്റ്റർ ആണ്. ഓക്കെ, ഇപ്പൊ നമ്മളുടെ അസസ്മെന്റ് ഓഫ് കമ്പനീസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ആദ്യം നോക്കേണ്ടത് ടൈപ്സ് ഓഫ് കമ്പനീസ്. ഒരു 5 ടൈപ്സ് പറയുന്നുണ്ട്, അത് നോക്കുക. ഓക്കെ, പിന്നെ കമ്പനിയുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്താണ് എന്നുള്ളത് നോക്കുക. പിന്നെ 80IA, സെക്ഷൻ 80IA എന്താണ് എന്നുള്ളത് നോക്കുക. ഓക്കെ, ദെൻ അതിനുശേഷം ഇവിടെ നോക്കേണ്ടത് മാറ്റാണ്, നമ്മളുടെ മാറ്റാണ് നോക്കേണ്ടത്. ദെൻ അതിനുശേഷം ഇതിൽ പ്രോബ്ലംസ് ആണ്. ഓക്കെ, ഇതിന്റെ ചെയ്തിട്ടിട്ടില്ല, നെക്സ്റ്റ് വീക്ക് സംതിങ് ആയിട്ട് ചെയ്യാം. ഓക്കെ, കമ്പനിയുടെ പ്രോബ്ലംസ് ആണ് ബാലൻസ് വരുന്നത്. കമ്പനീസിൽ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കമ്പനിയുടെ ഒരു ഒന്നോ രണ്ടോ പ്രോബ്ലംസ് എല്ലാ ഇയറും ഇടുന്നതാണ് അവർ. അപ്പോൾ കമ്പനീസിന്റെ പ്രോബ്ലം ആണ് വരുന്നത്, നിങ്ങൾക്ക് നോക്കിയാൽ കിട്ടാവുന്ന പ്രോബ്ലംസ് ഒക്കെയാണ്. ഓക്കെ, പിന്നെ ടണ്ണേജ് ആണ്, അതിന്റെ സ്പെഷ്യൽ പ്രൊവിഷൻസ് പറയുന്നത്. പിന്നെ ടണ്ണേജിന്റെ പ്രോബ്ലംസ് ആണ്, സെയിം പ്രോബ്ലം തന്നെയാണ് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നത്, അമൗണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടിട്ട്. ഓക്കെ, ഇതാണ് കമ്പനി. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ കോപ്പറേറ്റീവ് ടാക്സ് പ്ലാനിങ് ആൻഡ് മാനേജീരിയൽ ഡിസിഷൻ ആണ്. ഇവിടെ നോക്കേണ്ടത് ടാക്സ് പ്ലാനിങ് റെസ്പെക്ട് ഓഫ് മേക്ക് ഓർ ബൈ, അതിന്റെ തിയറീസ്. മേക്ക് ഓർ ബൈ എന്താണ്, ഓൺ ഓർ ലീസ് എന്താണ്, ദെൻ അതിനുശേഷം ഓൺ ഓർ ലീസ് കഴിഞ്ഞതിന് ശേഷം പിന്നെ പ്രോബ്ലംസ് ആണ്. പിന്നെ റിപ്പയർ ഓർ റീപ്ലേസ്, പിന്നെ റിപ്പയർ, റീപ്ലേസ്, റിന്യൂവൽ, ദെൻ ഷട്ട് ഡൗൺ ആൻഡ് കണ്ടിന്യൂ ഡിസിഷൻ, ദെൻ എക്സ്പോർട്ട് ഓർ ഡൊമസ്റ്റിക് സെയിൽസ് ഡിസിഷൻ എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ നോക്കുക. പിന്നെ അമാൽഗമേഷൻ വരുന്നുണ്ട്, അമാൽഗമേഷനും മെർജറും എന്താണ് എന്നുള്ളത് നോക്കുക. നെക്സ്റ്റ് ഡിവിഡൻഡ് പോളിസിയാണ്, ടാക്സ് പ്ലാനിങ്ങിന്റെ ഡിവിഡൻഡ് പോളിസി, ഡിവിഡൻഡ് ടാക്സ് പ്ലാനിങ് പറയുന്നുണ്ട്, അത് നോക്കുക. പിന്നെ ബോണസ് ഷെയറിന്റെ കൂടി നോക്കിയേക്കണേ. ഓക്കെ, പിന്നെ നമ്മളുടെ ഡിബഞ്ചേഴ്സ്, ബോണസ് ഷെയർസ്, ആ ടാക്സ് പ്ലാനിങ് പറയുന്നുണ്ട്, അതുകൂടി ജസ്റ്റ് നോക്കിയേക്ക്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മളുടെ ആ ചാപ്റ്ററിൽ പറയുന്നത്. പിന്നെ പ്രോബ്ലംസ് ആണ്. പ്രോബ്ലംസ് കംഫർട്ടബിൾ ആയിട്ടുള്ളവർ പ്രോബ്ലംസ് ചെയ്ത് പഠിക്കുക. ഓക്കെ, അതിന്റെ പ്രോബ്ലംസ് ഇട്ടിട്ടില്ല, സമയം കിട്ടുകയാണെങ്കിൽ ആ പ്രോബ്ലംസ് ഇടാട്ടോ. ഓക്കെ, പിന്നെ നെക്സ്റ്റ് നമ്മുടെ ലാസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ടാക്സ് പ്ലാനിങ് ഉണ്ട്, വേരിയസ് സർക്കിംസ്റ്റൻസ് ആണ്. ഇതിൽ ഏരിയസ് ഓഫ് ടാക്സ് പ്ലാനിങ് എന്ന് പറഞ്ഞിട്ട് ഒരു 7 പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ലൊക്കേഷനും നേച്ചർ ഓഫ് ബിസിനസ്സും, ഇതാണ് ഏതോ ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻ പേപ്പറിൽ സംതിങ് ചോദിച്ചിട്ടുണ്ട്.
ദെൻ ഇതിന്റെ തിയറിയാണ് പറയുന്നത്. ഇതിന്റെ തിയറി എന്ന് പറയുകയാണെങ്കിൽ ഇത് ഫുള്ളും സെക്ഷൻസ് ആണ്. ഓക്കെ, നിങ്ങൾക്ക് ഇതിൽ തന്നെ 10A എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട്, അത് കുറച്ച് എടുത്ത് പറയുന്നുണ്ട്. അതല്ലാതെ നോക്കുകയാണെങ്കിൽ ഫുള്ളും സെക്ഷൻസ് ആണ്. എന്തൊക്കെയാ പറയുന്നത് എന്നുള്ളതിന്റെ ബേസിസിൽ ഒരു നേച്ചർ ഓഫ് ബിസിനസ് നോക്കുകയാണെങ്കിൽ ഒരു 10-20 സെക്ഷൻ, ഇപ്പുറത്ത് നോക്കുകയാണെങ്കിൽ ഒരു 25 സെക്ഷൻ, അതിന്റെ ബേസിസിലാണ് നമുക്ക് പറഞ്ഞത്. അതാണ് ആ ചാപ്റ്ററിൽ, അതായത് ആ കൺസെപ്റ്റിൽ ഉള്ളത്. പിന്നെ അതിനുശേഷം വരുന്നത് പ്രോബ്ലംസ് ആണ്. നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന പോലത്തെ പ്രോബ്ലംസ് ആണ്. ഇതിന്റെ പ്രോബ്ലംസ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ബുദ്ധിമുട്ടുള്ള ഒരു പ്രോബ്ലംസ് ആണ്. ഓക്കെ, പിന്നെ അതിനുശേഷം സോൾ പ്രൊപ്പറേറ്റർ, ഹിന്ദു, HUF അങ്ങനത്തെയുള്ള കാര്യങ്ങളുടെ ടാക്സ് പ്ലാനിങ് എന്താണ് എന്നുള്ളതൊക്കെ അതൊക്കെ നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ നിങ്ങൾ നോക്കിയിട്ട് പോവുക. പക്ഷെ ജസ്റ്റ് ഒന്ന് വായിക്കുക. ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് പോയാൽ മതി. ദെൻ നെക്സ്റ്റ് ബാലൻസ് വരുന്നത് ഫുള്ളും ഇതിന്റെ പ്രോബ്ലംസും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ വരുന്നത്. പിന്നെ ഇതിൽ ലാസ്റ്റ് പറയുന്നത് ടാക്സ് പ്ലാനിങ് ഇൻ റെസ്പെക്ട് ഓഫ് ബിസിനസ് ഇൻ സ്പെഷ്യൽ എക്കണോമിക് സോൺ പറയുന്നുണ്ട്. അതിന്റെ തിയറിയാണ് അവിടെ പറയുന്നത്, അത് നോക്കുക. പിന്നെ നമ്മളുടെ സ്പെഷ്യൽ എക്കണോമിക് സോൺ ഉണ്ട്, അതാണ് പറയുന്നത്. ഓക്കെ, അതാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ വരുന്നത്. അപ്പൊ ഇത്രയാണ് നമ്മളുടെ ഈ ലാസ്റ്റ് ചാപ്റ്ററിൽ പറയുന്നത്. ഇത്രയാണ് ഇൻകം ടാക്സ് നിങ്ങൾ മാക്സിമം ഫോളോ ചെയ്യേണ്ടതായിട്ടുള്ളത്. ഓക്കെ, ഇതിൽ ആദ്യത്തെ 5 ചാപ്റ്റർ നിങ്ങൾ മാക്സിമം കവർ ചെയ്യുകയാണെങ്കിൽ തന്നെ വിത്ത് പ്രോബ്ലംസോടെ, ഓക്കെ, വിത്ത് പ്രോബ്ലംസോടെ നിങ്ങൾ കവർ ചെയ്യുകയാണെങ്കിൽ തന്നെ ഏകദേശം നിങ്ങൾക്ക് 80% മാർക്സിന്റെ അടുത്ത് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ദെൻ ബാലൻസ് ഉള്ളത് മാനേജറൽ ഡിസിഷൻ ആണ്. അതിൽ എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാകും, 2 വെയിറ്റേജിനോ 3 വെയിറ്റേജിനോ 5 വെയിറ്റേജിനോ ഏതെങ്കിലും ഒരു വെയിറ്റേജിന് അവർ അത് ഇടുന്നതായിരിക്കും. പിന്നെ സ്പെഷ്യൽ എക്കണോമിക്സ് കൊണ്ടാണ് ഈ രണ്ടെണ്ണത്തിന്റെ പ്രോബ്ലംസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഒരു കംഫർട്ടബിൾ അനുസരിച്ച് നോക്കിയിട്ട് പോകുക. ഓക്കെ, ഇത്രയാണ് നമുക്ക് ഇതിൽ പറയാനായിട്ടുള്ളത് നമ്മളുടെ ഇൻകം ടാക്സ് എന്ന സബ്ജക്റ്റിൽ. ഓക്കെ.